നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിന്റെ പര്യായം ചാപ്റ്റർ 10 സ്റ്റേ ഹംഗ്രി. 1974 മിസ്റ്റർ ഒളിമ്പിയ വിജയത്തിന് ശേഷം മനസ്സിൽ റിട്ടയർമെന്റ് ചിന്തകളുമായി അദ്ദേഹം നേരെ പോയത് മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരം സിനിമാ സംവിധായകൻ ബോബ് റാഫേൽസൺ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ബോബ് റാഫേൽസൺ നേരത്തെ പറഞ്ഞിരുന്നു, താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് കൊടുത്തിരുന്നു. ബോബ് റാഫേൽസൺ നേരത്തെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനനുസരിച്ച് അദ്ദേഹം കാലിഫോർണിയയിലെ ഷെറി നെതർലാൻഡ്സ് എന്ന ഒരു ലക്ഷറി ഹോട്ടലിലെത്തി. അമേരിക്കൻ നിലവാരത്തിലെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാം. റാഫേൽസന്റെ റൂമിലെത്തിയ അർണോൾഡ് ശരിക്കും അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം അദ്ദേഹം ഈ യാത്രകൾക്കിടയിൽ ഒരുപാട് ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ട്. പലതരം ലക്ഷറി ഹോട്ടൽസ് ആണ്. പക്ഷേ അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. അടുത്തിടെയായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിരുന്നു. അതിൽ 2400 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഏകദേശം ആ വീടിന്റെ ഒരു വലിപ്പമുണ്ട് ഇവിടുത്തെ ഒരു ഹോട്ടൽ റൂമിന്. വിശാലമായ ഒരു റൂമും പിന്നെ അതിന് ഒരു സാധാരണ ഒരു വീട്ടിൽ കാണുന്ന പോലെ ബാൽക്കണി, സിറ്റ് ഔട്ട്, കിച്ചൺ, അങ്ങനെ പല സംവിധാനങ്ങളും. അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ അദ്ദേഹം ആദ്യമായിട്ട് കാണുകയാണ്. അത്തരം ഒരു ഹോട്ടലിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ധനസ്ഥിതി എന്തായിരിക്കും എന്ന് അർണോൾഡ് ഊഹിക്കുകയാണ്. അതിനു മുമ്പ് അർണോൾഡ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷറിയസ് മാൻ എന്ന് പറയുന്നത് ജോ വീഡറാണ്. പക്ഷെ ജോ വീഡർ പോലും ഇങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് അർണോൾഡ് ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഹെർക്കുലീസ് ഇൻ ന്യൂയോർക്ക്. പക്ഷെ നമുക്കറിയാമായിരുന്നു അതിന്റെ നിർമ്മാതാക്കൾക്ക് അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതാണ്. അവരൊരിക്കലും ഒരു വൻകിട സിനിമാ നിർമ്മാതാക്കളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ടും ആ സിനിമ റിലീസായിട്ടില്ല. ഇതതുപോലെയല്ല, വൻകിട സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിത നിലവാരം സ്വാഭാവികമായിട്ടും അർണോൾഡ് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിനൊന്നും ഉയരണം, മുകളിലെത്തണം എന്നാണല്ലോ ചിന്താഗതി. വൻകിട സിനിമകളിലെത്തിയാൽ ജീവിത നിലവാരം ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തും. അടുത്ത ദിവസം ജോർജ് ബട്ട്ലറുടെ ബുക്കിന്റെ പ്രകാശനമാണ്, പമ്പിംഗ് ആക്ട്. അവിടെ ബോബ് റാഫേൽസനും ഇദ്ദേഹവും പങ്കെടുത്തു. ജോർജ് ബട്ട്ലറും ചാൾസ് ഗെയിൻസും പലയിടത്തും പറയും, ഇതാണ് ബോബ് റാഫേൽസന്റെ പുതിയ സിനിമയിലെ അർണോൾഡ് ഷ്വാസ്നഗർ. 5 തവണ മിസ്റ്റർ ഒളിമ്പിയ നേടിയ ആളാണ്. അപ്പൊ അവിടെ മിക്കവാറും എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യം ആദ്യമായിട്ട് അറിയാണ്. എല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ വന്നിങ്ങനെ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വലിയ, അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ശരീരവും അതിനൊത്ത മസിൽസ് ഒക്കെ ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, കഥാപാത്രം ബോഡി ബിൽഡറാണെന്ന് കേട്ടത്. അപ്പൊ പിന്നെ ഇതിന് പറ്റിയ ഒരാൾ വേറെ ഇല്ല. വേറെയും ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, പക്ഷെ ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു ബോഡി ബിൽഡർ വേറെ ഇല്ല. അങ്ങനെയുള്ള പല ചർച്ചകൾ അവിടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. എല്ലാവരോടും വളരെ ചിരിച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹം അവിടെ കുറച്ചു കാലം ചെലവഴിച്ചു. ആ സമയത്ത് ബോബ് റാഫേൽസൺ പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടി ചർച്ച ചെയ്യണം, നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യം ഫൈനലൈസ് ചെയ്യണം, അതിന് എൻ്റെ റൂമിലേക്ക് വരണം. വീണ്ടും അവിടെ എത്തി. ആ ചർച്ചകൾക്കിടയിൽ ബോബ് റാഫേൽസന്റെ കാര്യം പറഞ്ഞു, ഈ സിനിമയ്ക്കായിട്ട് താങ്കൾ ഒരു ത്യാഗം അനുഷ്ഠിക്കേണ്ടി വരും. അർണോൾഡ് ചോദിച്ചു, അതെന്താ? താങ്കളുടെ
ഈ ബോഡി വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. ആൾറെഡി 2 ഇഞ്ച് പൊക്കവും അതിനനുസരിച്ച് അത്രയും വലിയ മസിൽസുമായി ഏകദേശം 115 കിലോഗ്രാം ബോഡി വെയിറ്റ് ആണെന്ന് അർണോൾഡിനുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യഭാവത്തിൽ ബോബ് റാഫേൽസനെ നോക്കിയാണ്. അപ്പോൾ ബോബ് റാഫേൽസൺ പറഞ്ഞു, നമ്മുടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്രയൊന്നും മസിൽസിന്റെ ആവശ്യമില്ല. കാരണം പൊതുവേ ഈ ക്യാമറയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി വലുതായിട്ട് തോന്നും. താങ്കൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ഒരു അമാനുഷിക ജീവിയെ പോലെ ഇരിക്കും. അതിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഒരു 15 കിലോ ബോഡി വെയിറ്റ് കുറയ്ക്കണം. ഒരു 100 കിലോഗ്രാം ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അർണോൾഡ് ആലോചിച്ചു. ആ രീതിയിലൊരു ബോഡി ആയിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒരിക്കലും ഇനി ഒരു മിസ്റ്റർ ഒളിമ്പ്യ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അതിനു മുമ്പേ അദ്ദേഹം ചിന്തിച്ചാണ്, 5 തവണ മിസ്റ്റർ ഒളിമ്പ്യ നേടിക്കഴിഞ്ഞു, ഇനിയിപ്പോ അവിടെ കൂടുതലൊന്നും നേടാനില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് ടൈറ്റിലാണ് മിസ്റ്റർ ഒളിമ്പ്യ. അത് 5 തവണ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് നമുക്കറിയാം, സെർജിയോ ഒലിവിയാണ്. അതാകെ 3 തവണയേ ഉള്ളൂ. അർണോൾഡ് തീരുമാനിച്ചു, ഇനി എൻ്റെ ലോകം സിനിമയാണ്. സിനിമയ്ക്കനുസരിച്ചുള്ള ഒരു ബോഡിയാണ് ഇനി എനിക്ക് ആവശ്യം. മനസ്സിലൂടെ മറ്റ് പല രൂപങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ഫുട്ബോൾ പ്ലെയറുടെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല മസ്കുലർ ബോഡി തന്നെയാണ്, പക്ഷെ ഇത്രയും വലിയ മസിൽസ് ആയിരിക്കില്ല. ഒരു സ്പ്രിന്റർ, ഓട്ടക്കാരൻ, അവർക്കും മസ്കുലർ ബോഡി തന്നെയാണ്. അവരുടെ ബോഡിയിലും മസിൽസ് ഉണ്ട്, വലിയ മസിൽസ് അല്ല. ഇനി നല്ല രീതിയിൽ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോലീസുകാരൻ, അയാളുടെ ബോഡിയിലും മസിൽസ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിന്റെ രീതിയിലുള്ള മസിൽസ് ആയിരിക്കില്ല. അങ്ങനെ അർണോൾഡ് തീരുമാനിച്ചു, ഗുഡ് ബൈ ബോഡി ബിൽഡിംഗ്. ഇനി സിനിമയിലേക്ക് ഞാൻ എൻ്റെ ശരീരം മാറ്റുകയാണ്. അങ്ങനെ അതുവരെയുള്ള ട്രെയിനിങ് രീതികളൊക്കെ മാറ്റി ഹെവി വെയിറ്റിന് പകരം ലൈറ്റ് വെയിറ്റ് മാത്രം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കൂടുതൽ ഹെവി വെയിറ്റ് എടുക്കും തോറും മസിൽസ് വലുതാവും. പിന്നെ ലൈറ്റ് വെയിറ്റ് കൂടുതൽ റെപ്പറ്റേഷൻസ് എടുത്ത് ആ മസിൽസിനെ ഷേപ്പിലാക്കും. ഇനിയിപ്പോൾ അത്തരം വലിയ മസിൽസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഹെവി വെയിറ്റിന്റെ ആവശ്യമില്ല. കൂട്ടത്തിൽ മറ്റ് ചില എക്സസൈസുകളിലൂടെ ആരംഭിച്ചു, സൈക്ലിങ്ങും സ്വിമ്മിങ്ങും. അങ്ങനെ ഒരു ദിവസം 3 മണിക്കൂർ പ്രാക്ടീസ്. ഈ 3 മണിക്കൂറിൽ 1.5 മണിക്കൂർ ജിംനേഷ്യത്തിൽ, 3/4 മണിക്കൂർ സ്വിമ്മിങ്, 3/4 മണിക്കൂർ സൈക്ലിംഗ്. ഈ രീതിയിൽ ട്രെയിനിങ് അദ്ദേഹം നടപ്പിലാക്കി. ഒപ്പം കഴിച്ചുകൊണ്ടിരുന്ന പ്രോട്ടീൻ ഫുഡിന്റെയും അതിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ്സിന്റെ എല്ലാം അളവ് ഇത്തിരി കുറച്ചു. കാരണം ഇത്രയും വലിയ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കണം. മാംസവും മത്സ്യവും പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. അത് കൂടാതെ ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉണ്ട്, മിനറൽ സപ്ലിമെന്റ്സ് ഉണ്ട്, വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ അളവ് കുറച്ചു. കാരണം ഇനി അത്രയും വലിയൊരു ബോഡിയുടെ ആവശ്യമില്ല. ബോഡി ചെറുതാകുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷണവും കുറച്ച് കഴിച്ചാൽ മതി. പുതിയൊരു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. റാഫേൽസൺ പറഞ്ഞു, പിന്നൊരു കാര്യം, താങ്കൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഇത്. അതിന് മുമ്പൊരെണ്ണം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അത് റിലീസായിട്ടില്ല. ജനങ്ങൾക്ക് താങ്കളുടെ അഭിനയം എന്താണെന്ന് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ആകെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു TV സീരിയലിലെ 7 മിനിറ്റ് ഷോ മാത്രമാണ്. ഇതങ്ങനെയല്ല, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു റോളാണ്. അതുകൊണ്ട് താങ്കൾ ഒരു ആക്ടിംഗ് ക്ലാസ്സിന് പങ്കെടുക്കണം. അതിനായിട്ട് ഞാനൊരാളെ ഇടപാട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ ചെലവും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി വഹിക്കുന്നതായിരിക്കും. പിറ്റേ ദിവസം അദ്ദേഹം ആ ആക്ടിംഗ് ഇൻസ്ട്രക്ടറെ കാണാൻ പോയി. എറിക് മോറിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പഠിക്കുന്ന സാന്റാ മോണിക്ക കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എറിക് മോറിസിന്റെ ആക്ടിംഗ് ക്ലാസ്. അത് വളരെ സൗകര്യമായി. കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ ആക്ടിംഗ് ക്ലാസ്സിലേക്ക് പോവാം. കുറച്ചു നേരം മോറിസുമായിട്ട് സംസാരിച്ചു. എറിക് മോറിസിന് ഇദ്ദേഹത്തെ നേരത്തെ അറിയാം, നേരിട്ട് പരിചയമില്ലെങ്കിലും
മീഡിയയിലൂടെ അർണോൾഡ് ഷ്വാസ്നഗർ എന്നൊരു മനുഷ്യനെ കുറിച്ച് അന്ന് അറിയാത്തവർ അമേരിക്കയിൽ ഇപ്പോൾ ആരുമില്ല. കാരണം പ്രത്യേകിച്ച് ഈ ബോഡി ബിൽഡിങ്ങിന് കൂടുതൽ പ്രചാരം വന്നതുകൊണ്ട് അതിന് കാരണക്കാരൻ അർണോൾഡ് തന്നെയാണ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്താതെ വരുന്നൊരു ബോഡി ബിൽഡിങ്ങിനെ എത്തിച്ചത് അർണോൾഡ് ഷ്വാസ്നഗറുടെ മിസ്റ്റർ ഇന്റർനാഷണൽ എന്നുള്ള ഒരു കോമ്പറ്റീഷനിലൂടെയാണ്. അവർ കുറച്ചു കാലം സംസാരിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിനിമയിൽ നമ്മൾ സാധാരണ ജീവിതത്തിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പല ഭാവങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. ഒരു സീനിൽ നമ്മൾ ഭയങ്കര സന്തോഷവാനായിരിക്കും, അടുത്ത സീനിൽ നമുക്ക് ദുഃഖം വരും, മറ്റൊരു സീനിൽ ദേഷ്യം വരും. ഇങ്ങനെ പല കാര്യങ്ങളും മാറി മാറി നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. കാരണം സിനിമ ഒരിക്കലും സീക്വൻഷ്യലായിട്ടല്ല ഷൂട്ട് ചെയ്യുക. ചിലപ്പോൾ സന്തോഷമുള്ള 4 സീനുണ്ടാവും. അതിൽ സന്തോഷമുള്ള ഒരു സീൻ കഴിയുമ്പോൾ പിന്നെ എടുക്കുന്നത് ദുഃഖത്തിൻ്റെ ഒരു സീനായിരിക്കാം, അല്ലെങ്കിൽ നിരാശയുടെ ഒരു സീനായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് ഒരു ഭാഗവും പെട്ടെന്ന് മുഖത്ത് വരുത്താൻ കഴിയണം. അതിന് ഏറ്റവും എളുപ്പ വഴി ആ ഒരു സന്ദർഭം നമ്മുടെ യാഥാർത്ഥ്യ ജീവിതത്തിൽ നടന്ന ഒരു രംഗം ആലോചിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സന്തോഷം വരുത്തണം. സന്തോഷകരമായ പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നും. നിരാശാജനകമായ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു ഭാവം അവതരിപ്പിക്കണം. അത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിക്കുക. സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ശ്രീനിവാസന്റെ കഥാപാത്രത്തിന് ഒരു അഭിനയ ക്ലാസ് കൊടുക്കുന്ന രീതിയിൽ കുറേ ഭാവങ്ങളൊക്കെ എറിക് മോറിസ് പറഞ്ഞു. അർണോൾഡ് അതിനൊക്കെ അനുസരിച്ച് സ്വന്തം ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങൾ ആലോചിച്ചു. ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ അത്തരം ഭാവങ്ങൾ മുഖത്ത് വന്നു. അവസാനം ഇദ്ദേഹം പറഞ്ഞു, ഒന്ന് കരയുന്ന സീന് കാണിച്ച്. ജീവിതത്തിൽ ഒരു കുട്ടിക്കാലത്തിന് ശേഷം കരഞ്ഞ ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ. US-ലെത്തിയിട്ട് ഒരു മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ ഫ്രാങ്ക് സൈനിനോട് തോറ്റ സമയത്താണ്. അത് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അതിനേക്കാൾ വലിയ വിജയങ്ങൾ നേടിയതോടെ അതെല്ലാം മറന്നു കഴിഞ്ഞു. കരയുന്ന ഒരു ജീവിത സന്ദർഭം അദ്ദേഹത്തിന് ആ സമയത്ത് ഓർമ്മയില്ല, ഓർക്കാൻ പറ്റുന്നില്ല. എറിക് ചോദിച്ചു, ജ്യേഷ്ഠൻ മരിച്ചുപോയെന്ന് ആലോചിച്ചു നോക്ക്. ആലോചിച്ചു, കരച്ചിൽ വരുന്നില്ല. കാരണം ജ്യേഷ്ഠനുമായിട്ട് നമുക്കറിയാം, കൗമാരക്കാലത്ത് തന്നെ ഒരു മാനസികമായ അകലം നിലവിൽ വന്നു. കുട്ടിക്കാലത്ത് അവർ വലിയ അടുപ്പമായിരുന്നെങ്കിലും പിന്നീട് അത് മാറി. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കരഞ്ഞില്ല. എനിക്ക് പറഞ്ഞു, ശരി വേണ്ട, അച്ഛൻ മരിച്ചാലോചിച്ച് നോക്ക്. അപ്പോഴും അതന്നെ അവസ്ഥ. അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിരുന്നു. കാരണം അതുവരെ അത്ര ആക്റ്റീവായിട്ട് നടന്ന മനുഷ്യൻ സ്ട്രോക്ക് ആയി അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു. പക്ഷെ അന്നും അദ്ദേഹം കരഞ്ഞിട്ടില്ല. കാരണം അച്ഛനുമായിട്ട് പറഞ്ഞ പോലെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ തന്നെ മാനസികമായിട്ട് വന്നിരുന്നു. അവസാനം എറിക് പറഞ്ഞു, ശരി, കരച്ചിൽ നമുക്ക് പിന്നത്തേക്ക് മാറ്റിവെക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ദിവസം മുതൽ ക്ലാസ് ആരംഭിച്ചു. അതോടെ അർണോൾഡ് ഒരു പുതിയ ടൈം ഷെഡ്യൂള് ജീവിതത്തിൽ കീപ്പ് ചെയ്യുകയാണ്. രാവിലെ 7 മണി മുതൽ 10 മണി വരെ വർക്കൗട്ട്. അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വെയിറ്റ് ട്രെയിനിങ്ങും സൈക്ലിങ്ങും സ്വിമ്മിങ്ങും. അത് കഴിഞ്ഞാൽ 10:30 മണി മുതൽ 3:30 മണി വരെ കൺസ്ട്രക്ഷൻ വർക്ക്. അത് നേരത്തെ ഫ്രാങ്കോയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഇപ്പോഴും തൽക്കാലം അവർ നിർത്തിയിട്ടില്ല. കാരണം അതിന് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഫ്രാങ്കോ കിറോപ്രാക്ടർ എന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. എന്നാലും അവർ ഡെയിലി കുറേ സമയം ഈ കൺസ്ട്രക്ഷൻ വർക്കിന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഡെയിലി 5 മണിക്കൂർ. അങ്ങനെ 10:30 മണി മുതൽ 5:30 മണി വരെ 10:30 മണി മുതൽ 3:30 മണി വരെ കൺസ്ട്രക്ഷൻ വർക്ക്. 4 മണി മുതൽ 7 മണി വരെ കോളേജ് ക്ലാസ്.
രാത്രി 8 മണി മുതൽ 10 മണി വരെ ആക്ടിംഗ് ക്ലാസ്. ഈ രീതിയിൽ പല പല കാര്യങ്ങൾ ഒരേ ദിവസം. ഇതിൻ്റെ ഇടയിൽ ഒഴിവ് സമയത്ത് മെയിൻ ഓർഡർ ബിസിനസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യും. അത് നോക്കാനൊരു സ്റ്റാഫുണ്ട്. എന്നാലും കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും. ആകെ നിന്നൊരു വ്യത്യാസം വരുന്നത് സൺഡേസിലാണ്. സൺഡേ റെസ്റ്റ് ഡേ. വർക്കൗട്ടില്ല, മറ്റ് കോളേജ് ക്ലാസ്സുകളോ ആക്ടിങ് ക്ലാസ്സോ ഒന്നുമില്ല. അന്ന് രാവിലെ ചർച്ച് കഴിഞ്ഞ് വന്നാൽ കോളേജിൽ പഠിക്കുന്നതിൻ്റെയൊക്കെ റിവിഷൻ. ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിലുള്ള ഒരു ടൈം ഷെഡ്യൂൾ വന്നതോടെ സ്വാഭാവികമായിട്ടും ലിവിങ് ടു ദ പാർട്ട്ണർ ബാർബറ ഔട്ട്ലാൻഡ് അത്യാവശ്യം മുറുമുറുപ്പൊക്കെ തുടങ്ങി. കാരണം അവർക്കൊപ്പം ചെലവഴിക്കുന്ന സമയം അതിനനുസരിച്ച് കുറയുകയാണ്. ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ആണ് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സൺഡേസിൽ പോലും കാര്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ അവരോട് പറഞ്ഞു, ഈ സമയത്ത് ഇങ്ങനെ ചെയ്താലേ ഭാവിയിൽ എനിക്ക് ടോപ്പിലെത്താൻ പറ്റുള്ളൂ. പക്ഷെ ബാർബറയ്ക്ക് ടോപ്പിലെത്തുക എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്ക് ജീവിച്ചു പോകണം, അതിനുള്ള ചുറ്റുപാടൊക്കെ ആയിട്ടുണ്ട്. ആ ലെവലിൽ മുന്നോട്ട് പോവുക എന്നൊരു ചിന്ത മാത്രമേ ബാർബറയ്ക്കുള്ളൂ. ഏതായാലും സ്റ്റേ ഹംഗ്രി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അർണോൾഡ് ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പാക്കപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ബാർബറ ആ വീട് വിട്ടുവാനുള്ള പാക്കപ്പ് ആരംഭിച്ചു. അർണോൾഡ് കുറേ നേരം ചിന്തിച്ചു. 3 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് വേറൊരു ചിന്ത, ഒരു വ്യാമോഹപരമായ ചിന്ത എന്ന് പറയാം. എറിക് മോറിസ് സ്വാഭാവികമായിട്ടും ബോബ് റാഫേൽസിനോട് പറഞ്ഞു കാണും, ഇയാൾക്ക് കരച്ചിൽ മാത്രം വരില്ല, എന്നാ പിന്നെ എന്നെ കരയിപ്പിക്കാനായിട്ട് അയാൾ പ്ലാൻ ചെയ്ത് ബാർബറയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണോ എന്നൊരു ചിന്ത വരെ അർണോൾഡിന്റെ മനസ്സിൽ വന്നു. പക്ഷെ അത് സത്യമായിരുന്നില്ല. ബാർബറയുടെ വഴിക്ക് പോയി, അർണോൾഡ് ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോയി. പക്ഷെ ബാർബറ ജീവിച്ചു പോകാനുള്ള അവസ്ഥയിലായിരുന്നെങ്കിലും അവർ പിന്നീട് ആ ലെവലിൽ ഇരുന്നില്ല. അവർ കൂടുതൽ പഠിച്ചു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർ ഇംഗ്ലീഷ് ലെക്ചററും അത് കഴിഞ്ഞ പ്രൊഫസറും ഒക്കെ ആയി. റിട്ടയർമെന്റിന് ശേഷം ഇപ്പോഴും അവർ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേ ഹംഗ്രി സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റ് ബിർമിംഗ്ഹാം എന്ന സിറ്റിയിൽ സെറ്റ് ചെയ്തു. ഷൂട്ടിംഗ് ആരംഭിച്ചു. അതിലെ 2 നായക കഥാപാത്രങ്ങളിൽ ഒരാളാണ് അർണോൾഡ്. ക്രെയ്ഗ് ബ്ലേക്ക് എന്ന ഒരു ചെറുപ്പക്കാരൻ, മുമ്പ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പരിചയസമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. നായികയായിട്ട് മേരി ടേറ്റ്, അവരും ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് പരിചയസമ്പത്തുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് അവിടെ ഒരു അപരനാമം ഉണ്ടായിരുന്നു, ഫ്ലൈയിങ് നൺ, പറക്കുന്ന കന്യാസ്ത്രീ. ആക്ച്വലി പറഞ്ഞിട്ടല്ല, അവർ ആ സമയത്ത് ഒരു TV സീരിയലിൽ ഒരു കന്യാസ്ത്രീയുടെ വേഷം അഭിനയിച്ചിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ട ജനങ്ങൾ അവരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നതാണ് ദ ഫ്ലൈയിങ് നൺ. ഷൂട്ടിംഗ് ആരംഭിച്ചു. കഥയൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. സ്റ്റേ ഹംഗ്രി എന്ന പേര് തന്നെ വരുന്നത് അർണോൾഡ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോ സാൻഡോയുടെ ഒരു വാചകത്തിൽ നിന്നാണ്. യു കാൻറ്റ് ഗ്രോ വിതൗട്ട് ബേണിംഗ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ടു കംഫർട്ടബിൾ. മൈ വിഷസ് സ്റ്റേ ഹംഗ്രി. കഷ്ടപ്പെടാതെ ആരും വളർന്നു വന്നിട്ടില്ല. ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നവരൊന്നും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവണ്ട. എൻ്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും വിശപ്പുണ്ടായിരിക്കണം. വിശപ്പുണ്ടാകുമ്പോഴുള്ള നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ചിന്ത ഉണ്ടാവും. അത്തരം വിശപ്പ്, അല്ലാതെ ഭക്ഷണം കഴിക്കുന്ന വിശപ്പല്ല. ആ ഒരു വാചകത്തിൽ നിന്നാണ് ആ സിനിമയുടെ പേര് തന്നെ, സ്റ്റേ ഹംഗ്രി. ഷൂട്ടിംഗ് ആരംഭിച്ചു. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട്
അർണോൾഡിൽ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. അതിനിടയിൽ ഈ പറഞ്ഞ രീതിയിൽ ബോഡി വെയിറ്റ് എല്ലാം കുറച്ചിരുന്നു, 100 കിലോഗ്രാം ബോഡി വെയിറ്റ്. പക്ഷേ സിനിമയിൽ അത് നല്ലൊരു പ്രസൻസാണ്. ആ സിനിമയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മികച്ച പുതുമുഖ നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അർണോൾഡിന് കിട്ടി. സ്റ്റേ ഹംഗ്രിയുടെ ഷൂട്ടിങ്ങിനിടയിൽ കൂടെ ജോർജ് ബട്ട്ലർ ഒരു ദിവസം സൈറ്റിൽ വന്നു. കൂടെ ചാൾസ് ഗെയിൻസും ഉണ്ട്. അവർ രണ്ടുപേരാണല്ലോ ആദ്യമായിട്ട് അർണോൾഡിനെ ഇത്തരം ഒരു പുതിയ ലോകത്തേക്ക് എത്തിച്ച ആൾക്കാർ. ബട്ട്ലറുടെ പമ്പിംഗ് അയൺ എന്ന പുസ്തകം ആ സമയത്ത് വമ്പൻ ഹിറ്റായിരിക്കുകയാണ്. കാരണം ആ പുസ്തകം എഴുതുന്ന കാലത്തുള്ള ഒരു സാഹചര്യമല്ല ഇപ്പൊ ബോഡി ബിൽഡിങ്ങിന് സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെയധികം പ്രചാരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡി ബിൽഡിംഗ് പ്രമേയമാക്കി അദ്ദേഹം എഴുതിയ ബുക്കും വൻ ഹിറ്റായിരിക്കുകയാണ്. അർണോൾഡിനെ കണ്ട അദ്ദേഹം പറഞ്ഞു, ഞാൻ പമ്പിംഗ് അയൺ സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നു. അർണോൾഡ് അദ്ദേഹത്തെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി. താങ്കളായിരിക്കണം ഹീറോ, അടുത്ത മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനായിരിക്കണം അതിൻ്റെ വേദി. അർണോൾഡ് പറഞ്ഞു, ഞാൻ റിട്ടയർമെന്റ് തീരുമാനിച്ചു, ഇനി ഞാൻ മിസ്റ്റർ ഒളിമ്പിയ ആവില്ല, ഈ ബോഡി മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, താങ്കളല്ലാതെ മറ്റൊരാളെ എനിക്കിതിൻ്റെ ഹീറോ ആയിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു വൈരാഗ്യം ഉണ്ടല്ലോ, താങ്കളും ലൂ ഫെറിഗ്നോയും. മിസ്റ്റർ ഇന്റർനാഷണൽ ലൂ ഫെറിഗ്നോ ജയിച്ചു, അടുത്ത മിസ്റ്റർ ഒളിമ്പിയയില് താങ്കൾ ജയിച്ചു, ഇനി വരുന്ന മിസ്റ്റർ ഒളിമ്പിയയിൽ ആര് ജയിക്കും? എന്തായാലും അത്തരം ഒരു രീതിയിലായിരിക്കണം സിനിമയുടെ ഷൂട്ടിംഗ്. അതുകൊണ്ട് താങ്കൾ നിർബന്ധമായിട്ടും പഴയ രീതിയിലുള്ള ബോഡി ആക്കണം, അഭിനയിക്കണം. അതിനോടൊന്നും പറ്റില്ല, ബോഡി ബിൽഡിങ്ങിൽ ഞാൻ നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് സിനിമയിലാണ് എൻ്റെ ഭാവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോർജ് ബട്ട്ലർ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ബോഡി ബിൽഡിങ്ങിൽ നിന്ന് നേടാവുന്നതൊക്കെ താങ്കൾ നേടി, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ബോഡി ബിൽഡിംഗ് ആണ് താങ്കളെ ഇങ്ങനെ എത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ആ സ്പോർട്സിന് കുറെ കൂടി പ്രചാരണം കൊടുക്കാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ നല്ല രീതിയിലുള്ള പ്രചാരണം താങ്കൾ കൊടുത്തു. പക്ഷെ ഇതൊരു സിനിമയാവുന്നതോടെ ഈ ലോകം മുഴുവൻ ഈ സ്പോർട്സിന് കിട്ടുന്ന ഒരു പ്രചാരണത്തെ കുറിച്ച് താങ്കൾ ആലോചിക്കണം. അത് ആലോചിച്ചെങ്കിലും താങ്കൾ ഇതിൽ അഭിനയിക്കണം. അവസാനം അർണോൾഡ് തീരുമാനിച്ചു, സ്റ്റേ ഹംഗ്രിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഇനി ഒരിക്കൽ കൂടി പഴയ രീതിയിലേക്ക് ബോഡി ഒന്ന് മാറ്റിയെടുക്കുക, അടുത്ത മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനോടൊപ്പം പമ്പിംഗ് അയണിൽ കൂടി അഭിനയിക്കുക. വീണ്ടും ഗോൾസ് ജിമ്മിൽ പഴയതുപോലെ പ്രാക്ടീസ് ആരംഭിച്ചു. ഇപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി ആക്ടിങ് ക്ലാസ് കഴിഞ്ഞു, അത് 3 മാസത്തോളം അത് കഴിഞ്ഞു. അങ്ങനെ 2 നേരം ട്രെയിനിങ് ആരംഭിച്ചു. രാവിലെ 3 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ 5 മണിക്കൂർ ഊർജിതമായ വെയ്റ്റ് ട്രെയിനിങ്. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റോടെ മിസ്റ്റർ ഒളിമ്പിയ കിരീടം ഉറപ്പിച്ചിരുന്ന ഒരാളുണ്ട്, ലൂ ഫെറിഗ്നോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കോച്ചിങ്ങിൽ ഊർജിതമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് പ്രാക്ടീസ് എന്ന് ആർക്കും അറിയില്ല. കാരണം അവർ പബ്ലിക് ജിമ്മുകളിലൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീട്ടിൽ തന്നെ ഒരു ജിംനേഷ്യം ഒരുക്കിയിട്ടുണ്ട്, അവിടെയാണ് പ്രാക്ടീസ്. അച്ഛനും മകനും മാത്രം, പുറത്താർക്കും അറിയില്ല ഇവരെന്തൊക്കെ ചെയ്യണമെന്ന്. അർണോൾഡ് അദ്ദേഹത്തിൻ്റെ പഴയ തന്ത്രം ഇടയ്ക്ക് പുറത്തെടുത്തു, സൈക്കോളജിക്കൽ അറ്റാക്ക്. ലൂ ഫെറിഗ്നോയെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ആ സമയത്തൊക്കെ അച്ഛനോടെ കാണും, വളരെ രസകരമായി അവർ സംസാരിക്കും. ഇത്തവണ അപ്പോൾ മിസ്റ്റർ ഒളിമ്പിയ നേടുവോ? ലൂ ഫെറിഗ്നോ നമുക്ക് നേരത്തെ അറിയാം, ലേശം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ്, ചെവി കേൾക്കുന്നില്ല എന്നുള്ള ഒരു വൈകല്യമുള്ള ആളാണ്. അതിൻ്റേതായ ചില മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അങ്ങനെ ആരോടും അധികം സംസാരിക്കാറില്ല. അതുകൊണ്ട് ലൂ ഫെറിഗ്നോയുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം അർണോൾഡ് ഉണ്ടാക്കി തുടങ്ങി. ഇത്തവണ കിട്ടില്ലേ
എന്നൊരു സംശയം. അത് തന്നെയാണ് അർണോൾഡിൻ്റെ ലക്ഷ്യവും. മാനസികമായി എതിരാളിയെ തകർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വിജയം നേടും. അത് അർണോൾഡിന് നല്ലതുപോലെ അറിയാം. അത് അദ്ദേഹം മുമ്പ് സെർജിയോ ഒലിവിയയുടെ നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൂ ഫെറിഗ്നോയുടെ നേരെ ഉപയോഗിക്കും.